ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ബീച്ചിന് മുമ്പിൽ ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണ്. അതെ, നമ്മൾ കാലിക്കറ്റ് എത്തി. അവസാനം പറഞ്ഞ് ഇങ്ങനെ കാലിക്കറ്റ് എത്തി കോഴിക്കോട് ഇരിക്കുകയാണ് നമ്മൾ ബീച്ചിൽ. ഇവിടെ നമ്മൾ കോഴിക്കോട് നിന്ന് ഓർമ്മ വരുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വായിൽ വരുമല്ലോ. നമ്മുടെ കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവ്, പിന്നെ ഒരു ഗ്രൗണ്ടുണ്ട് നമ്മുടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഓർമ്മയിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ ഏരിയയാണ്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ കുറേ പേര് ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ ഒക്കെ ശരിക്കും കൈനോട്ടക്കാരുണ്ട്. പിന്നെ പിള്ളേർ കുറേ പട്ടം പറത്തുന്നുണ്ട്, ഐസ്ക്രീംകാർ, പിന്നെ കുറേ ഉപ്പിലിട്ടത്, പിന്നെ ഐസ് ഇങ്ങനെ ചീമ്പി കളറൊക്കെ ഒഴിച്ച്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല റിലാക്സേഷന് പറ്റിയതാണ്. അങ്ങനെ അവസാനം നമ്മൾ സൽക്കാരങ്ങളുടെ നാട്, സൽക്കാരപ്രിയരുടെ നാട്, അല്ലെങ്കിൽ നല്ല ഫുഡിൻ്റെ നാട്ടിൽ എത്തി. നല്ല ഫുഡുകൾ ഇങ്ങനെ കുറേ ഫേമസ് ആയ പല സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ. അത് ഇനി നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്ന് ബീച്ചിലും നമ്മൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന സ്ഥലം എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ പോയി ഒരു മൊത്തത്തിൽ എല്ലാം ഒന്ന് കണ്ട് എല്ലാ രുചികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ അറിഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കാം അല്ലേ. എന്തായാലും ഇങ്ങനെ കുറച്ച് നേരം കൂടി ഒന്ന് കാറ്റുകൊണ്ടിരുന്നിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങി ഓരോ ഉപ്പിലിട്ടതും ഐസ് ഫ്രൂട്ടും ഐസ് ടീമ്പും അങ്ങനെ ഓരോ സാധനങ്ങളും കണ്ടോ. നമ്മുടെ സൂര്യനിങ്ങനെ താന്ന് ആഴക്കടലിലോട്ട് അങ്ങ് താന്ന് പോകുന്ന സമയം, നല്ല സന്ധ്യാസമയമാവുന്ന, ശരിക്കും റിലാക്സേഷനൊക്കെ പറ്റിയ സമയമാണ്. ഇനി വരുന്ന കുറേ ആഴ്ചകളിൽ നമ്മൾ ഇവിടുത്തെ കോഴിക്കോടൻ രുചികളൊക്കെ അറിയാൻ വേണ്ടി സിംപ്ലി നാടിന് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് നമുക്ക് കോഴിക്കോടിനെയും അവിടുത്തെ രുചികൾ, ചെറിയ ചെറിയ രുചികളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നമുക്കിന്ന് ഇങ്ങനെ നടക്കാം. നമുക്ക് ഈ പാതിലൂടെ അങ്ങോട്ട് നടക്കാം. പറഞ്ഞില്ലേ ഇവിടെ കുറേ ഉപ്പിലിട്ടോ അങ്ങനത്തെ ചെറിയ കാക്കിരി ബീപ്പിരി സാധനങ്ങളൊക്കെ ഇട്ടത്. പക്ഷെ അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഇവിടെ 10-50ഓളത്തിൽ അധികം തന്നെ കടകളുണ്ട്. എങ്കിലും നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ തന്നെ ഉള്ളൊരു പുള്ളിക്കാരനാണ്, അതൊരു മാമനാണ്. പുള്ളിക്കാരന് കുറച്ച് നാളായി ഇവിടെ നല്ലാതെ നമ്മുടെ മുമ്പിൽ തന്നെ നല്ല ഉപ്പിലൊക്കെ ഇട്ടതൊക്കെ വെച്ച് കുറച്ച് നാളായിട്ട് ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് തന്നെ പോവാല്ലേ. നമസ്കാരം. ഹംസ ചേട്ടനല്ല, മാമൻ വിളിക്കണം, കുഴപ്പമില്ല. എത്ര നാളായി ഇവിടെ? 4-5 കൊല്ലമായി അല്ലേ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നമ്മുടെ തെറ്റില്ലാത്ത. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ബീച്ചിൽ വന്ന ആൾക്കാരൊക്കെ? നല്ലതാണല്ലേ. ശരിക്കും എന്ത് രസം വൈകുന്നേരമൊക്കെ വന്നിരുന്ന ആൾക്കാർ. കുട്ടികളാണോ കൂടുതലും? ഇത് കൊടുത്തോട്ടെ ഇവിടെ നെല്ലിക്ക. നോക്ക് എന്തൊക്കെയുണ്ട്. ബീട്രൂട്ട്, പച്ചമാങ്ങ, മുളക് അരിഞ്ഞത്, മാങ്ങ, നാരങ്ങ, പിന്നെ ഇതെന്തുവാ ചേട്ടാ? അമ്പഴങ്ങ, ഇളന്തപ്പഴം, പിന്നെ ഇത് മാങ്ങയുണ്ട്, ഇത് പേരക്ക, നെല്ലിക്ക, വലിയ മാങ്ങ, പിന്നെ നമ്മുടെ കുക്കുംബർ, നെല്ലിക്ക. ഇതാവുന്നുള്ളൂ തോന്നുന്നുണ്ട്, ആവുന്നുള്ളൂ. പിന്നെ ഇവിടെ മുളക് ചാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ നടുക്ക് ചാലിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ ഒപ്പമാണോ? എന്തിനും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒപ്പം കഴിക്കാം, ഇതിൻ്റെ ഒപ്പം കഴിക്കാം. ഇതുപോലെ തന്നെ ഇവിടെ പൈനാപ്പിള്. ഇത് എന്തച്ചാറാ? എല്ലാം ഇട്ടിട്ട്. ഇത് എന്തിനാണ്? ഐസ് പിഴിയാനുള്ള നമ്മുടെ ഓറഞ്ച് അല്ലേ. അതായത് ഐസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐസ് ഉരച്ചിരുന്ന്. അപ്പം അത് ചെയ്യാനുള്ള ഐസും കെട്ട അവിടെ മറ്റേ ബ്ലേഡുണ്ട്. ഇങ്ങനെ ചീകി എടുക്കും. അപ്പോൾ താഴത്തോട്ട് വരുമല്ലേ, താഴത്തോട്ട് ഇങ്ങനെ ഐസ് ചീകി എടുക്കും. എന്തായാലും നമുക്ക് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ. നമ്മുടെ കോഴിക്കോട് ബീച്ചിന് ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്തായി? ശരിക്കും എന്തൊക്കെയാണ്? പല മാറ്റങ്ങളുണ്ട്. ആദ്യകാലത്തൊന്നും ഇല്ലേനു. ഏത്
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ ഇപ്പം കൃഷി ഒന്ന് പുരോഗമിച്ചതിൻ്റെ പേരിൽ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ശരിക്കും നല്ല പുളിയും ചെറിയൊരു എരിവൊക്കെ ആയിട്ട് നല്ല പേരൊക്കെയാണ് ഇതിനകത്ത് ഉപ്പിലിട്ടത്. അത് നമുക്ക് ഇച്ചിരി മുളകിട്ട് കഴിക്കാം. ശരിക്കും ഇപ്പം ഇത്രയും ആൾക്കാരൊക്കെ വന്ന ഇതിൽ ശരിക്കും കോമ്പറ്റീഷനൊക്കെ ആയിട്ടില്ല ഈ ഒരു ഫീൽഡിൽ അല്ലേ? നമ്മുടെ കോഴിക്കോട് ശരിക്കും സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇപ്പം ബീച്ചിൽ വന്നു കഴിഞ്ഞാലും അതിലൊക്കെയാണ് ക്രീം പീസ് കാര്യങ്ങളൊക്കെയാണ്. വാങ്ങെടുത്തോളൂ, എടുത്തോളൂ, എടുത്തോ, ഇത് നടക്കണമല്ലോ. പുള്ളിയ പേരക്കൻ്റെ മധുരവും ഈ എരിവും മറ്റേ പുളിയും എല്ലാം കൂടി ചെന്ന് പെശകായിട്ടുണ്ട്. കച്ചവടം നടക്കട്ടെ, കച്ചവടമൊക്കെ അതേപോലെ നടക്കണമല്ലോ. എടുത്തോളൂ എടുത്തോളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതെന്ത് പഴമെന്ന് പറഞ്ഞാൽ ഇളന്തപ്പഴം. ഇളന്തപ്പഴം ഇളന്തപ്പഴം അത് ചെറിയ രീതിയിൽ എരിവ് പിടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മറ്റേ മധുരമുള്ള സംഭവം തന്നെയല്ലേ? ബാക്കി ഇതിനു മുമ്പും നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഇത് ഉപ്പിലിട്ട് വയ്ക്കുക? ഇല്ല, ഇവിടെ തന്നെയാണ് വന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയത്. ഇപ്പം ആര് പറഞ്ഞിട്ട് നമ്മളിത് തുടങ്ങിയത്? ആര് പറഞ്ഞിട്ടല്ലോ, സ്വയം അങ്ങനെ തോന്നിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇത് നടക്കും. അപ്പം ഇതാരെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, ഇതിന് മുൻപ് ആൾക്കാർ ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഒന്ന് പുരോഗമിച്ചത്. ആൾക്കാർക്ക് ഉള്ളു വന്ന് വാങ്ങിക്കാനായിട്ട് തുടങ്ങിയല്ലേ? അല്ല, പണ്ട് കാലങ്ങളായാലും അങ്ങനെ ഉണ്ടായി. കുറച്ച് മുന്നിൽ വീട്ടിൽ തന്നെ എല്ലാവരും ഇടുമായിരുന്നു. ഇപ്പം അധികം ഒന്നും അങ്ങനെ ഇടാറില്ല. മിക്സാണ് നമ്മൾ ഇതിനകത്ത് മറ്റേ നമ്മുടെ മാങ്ങയും ബീട്രൂട്ടും മുളകൊക്കെ അരിഞ്ഞിട്ട് ആ ഗ്രേവി ആ ചാറും അതെല്ലാം കൂടി ഇട്ടിട്ടും ഇച്ചിരി പഞ്ചസാരം കൂടി ഇട്ട് അല്ലേ? പഞ്ചസാര രായണി മുളകും കൂടി കടിക്കണം. അപ്പം എൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ മധുരം വായി കിട്ടും. ഉഗ്ര സാധനം കേട്ടോ. മധുരവും പുളിയും ഉപ്പും കൂടി എരിവും കൂടി ചേർന്നൊരു സംഭവം അത്. ശരിക്കും നമ്മളിപ്പോൾ ഇതിപ്പോൾ ചേട്ടൻ രാവിലെ തൊട്ടാണോ വരണത്? എപ്പോഴാണ് ടൈമിങ്? എപ്പോഴാണ്? 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 7 മണിക്ക്? ഒരു 9 മണിയാകുമ്പോഴത്തേന് കട ഇറക്കും ഇവിടെ താഴെ. ആ, അപ്പോൾ രാത്രി 9 മണി വരെ ഇങ്ങനെ ആൾക്കാർ ഇതൊക്കെ വന്ന് ഐസ് ചെയ്യുമ്പോൾ നാരങ്ങ ഇട്ട് 10-11 മണി വരെ 11 മണി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിർത്തത്തില്ല. അങ്ങനെ പോയിക്കൊണ്ട് കഴിക്കുമല്ലേ? എന്നാലും നല്ലൊരു പരിപാടിയാണ്. ഉപ്പിലിട്ടൊക്കെ നമ്മൾ മറന്നതാണ് ശരിക്കും അല്ലേ? വീട്ടിലൊക്കെ പണ്ടിട്ടിരുന്ന, എന്നാലും ഇപ്പം അധികം ഓർമ്മയില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നും, വന്നിങ്ങനെ ഓരോന്ന് എടുത്ത് തരാൻ തോന്നും, എടുത്ത് കഴിക്കാൻ തോന്നും, ചോദിച്ച് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. നല്ലതാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ, ഞാൻ ഇനി അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. വേറൊരു കാര്യമുണ്ട്, പൈസ കൊടുക്കില്ല. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ വരും, അപ്പോൾ ഞാൻ പൈസ കൊടുക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് ചലിക്കുകയാണ്, പുള്ളിക്കാരൻ വരും. ശരി ചേട്ടാ.